തിരുവനന്തപുരം ജില്ല അദ്ദേഹത്തിന്റെ പാർലമെന്ററി രംഗത്ത് തിരുവനന്തപുരമായിരുന്നു പ്രധാനപ്പെട്ട തട്ടകം. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി ഇടതുമുന്നണിയുടെ കൺവീനറായി അദ്ദേഹം പ്രവർത്തിക്കുന്ന ഘട്ടങ്ങളിലും തിരുവനന്തപുരമായിരുന്നു പ്രധാനപ്പെട്ട തട്ടകം. അങ്ങനെ രാഷ്ട്രീയ ജീവിതത്തിൽ VSന്റെ പ്രധാന തട്ടകമായിരുന്ന തിരുവനന്തപുരം ജില്ലയോട് VS അച്യുതാനന്ദൻ വിട ചൊല്ലുകയാണ്. അദ്ദേഹത്തിന് ഏറെ വൈകാരിക അടുപ്പമുള്ള അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളുടെയൊക്കെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി VS അച്യുതാനന്ദൻ ഇതാ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്തോട് വിട ചൊല്ലുകയാണ്. കൊല്ലത്തേക്ക് ആ വിലാപയാത്ര കടക്കുകയാണ്. ആ വിലാപയാത്ര കൊല്ലത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ അറിയുന്നത് പാരിപ്പള്ളി മുതൽ VSനെ കാത്തു നിൽക്കുന്ന 10,000-കണക്കിന് ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ നമ്മൾ പാരിപ്പള്ളി തുടങ്ങിയ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഉണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ ആലപ്പുഴയിലും അല്ലെങ്കിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും ഈ രാത്രി വൈകിയും VSന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരെ കൊണ്ട് ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ നിറയുകയാണ്. നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിൽ 27 കേന്ദ്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ 27 കേന്ദ്രങ്ങളല്ല, അതിലൊക്കെ എത്രയോ കേന്ദ്രങ്ങളിൽ VSന് അവസാനമായി കാണാൻ വേണ്ടി പ്രവർത്തകർ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. ഇതാ ആ ദൃശ്യങ്ങളിൽ കാണാം. ആ വാഹനം ആ ബസ് അടുത്തേക്ക് നീങ്ങുന്നതിനനുസരിച്ച് പ്രവർത്തകരുടെ എന്താണ് സ്നേഹവായ്പ കലർന്ന അവരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെയാണ് VS അച്യുതാനന്ദൻ എന്ന സമര പോരാളി അന്ത്യയാത്രയ്ക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കൊല്ലം ജില്ലയിലേക്ക് അദ്ദേഹം കടക്കുകയാണ്.